ബി.ജെ.പി. നേതാവ് സി സദാനന്ദൻ എം.പിയുടെ കാൽവെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 8 CPM പ്രവർത്തകരെ ജയിലിലടച്ചു. 31 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ ശിക്ഷ നടപ്പിലാക്കുന്നത്. പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് കോടതി പരിസരത്തും ജയിലിന് മുന്നിലും CPM പ്രവർത്തകരെത്തി. മട്ടന്നൂരിൽ നടന്ന യാത്രയയപ്പിൽ കെ ശൈലജ MLA പങ്കെടുത്തു. 1994 ജനുവരി 25-നായിരുന്നു RSS സഹകാര്യവാഹക ആയിരുന്ന സി സദാനന്ദന് നേരെ ആക്രമണം ഉണ്ടായത്. കേസിൽ 31 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. പ്രതികൾ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതിന് പിന്നാലെയാണ് പ്രതികളെ ജയിലിലടച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രതികൾ കോടതിയിൽ ഹാജരാകേണ്ട അവസാന തീയതിയും ഇന്നായിരുന്നു. രാവിലെ CPM മട്ടന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകി. കെ ശൈലജ MLA, CPM ഏരിയ സെക്രട്ടറി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. ശൈലജയുടെ പ്രവൃത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതെന്നായിരുന്നു സി സദാനന്ദന്റെ പ്രതികരണം. ഇപ്പോൾ നമുക്ക് കൈവന്ന സമാധാനം ശാശ്വതീകരിക്കപ്പെടണം. CPIM നൽകുന്ന സന്ദേശം അതല്ല, അതിന് വിരുദ്ധമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ കാർമ്മികത്വത്തിൽ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇത്ര ആവേശത്തോടെ യാത്രയയപ്പ് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല. പ്രതികൾ തലശ്ശേരി കോടതിയിലെത്തുമ്പോഴും പുറത്ത് നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. കെ ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, പി കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, കെ ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. 8 പേർക്കും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി നേരത്തെ 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ശിക്ഷ കുറഞ്ഞുപോയെന്ന് നിരീക്ഷിച്ച കോടതി പിഴ 50,000 ആക്കി ഉയർത്തുകയായിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചില്ല. പിന്നാലെയാണ് പ്രതികൾ കോടതിയിൽ ഹാജരായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോഴും പ്രതികൾക്ക് അഭിവാദ്യമർപ്പിക്കാൻ നിരവധി CPM പ്രവർത്തകർ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു. മീഡിയ 1 കണ്ണൂർ.